20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. അല്ലെ സഹോദരാ, ഈ ജോസിന്റെ കട കൂൾ ബാർ അപ്പുറത്ത് വരുമ്പോ എനിക്ക് ഇത്തിരി സർബത്തൊടി വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. ഈ ജ്യൂസിന്റെ കടയല്ലേ ചോദിച്ചേ? ഈ ജോസിന്റെ കട ഏതാന്ന് ചോദിച്ചേ? ജോസിന്റെ കട അതുകൊണ്ടാ ഇന്ന് ഉദ്ഘാടന കട പുറത്ത് കൊണ്ടാ ജംഗ്ഷനില് അവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ജോസിന്റെ പരിചയക്കാരനാ? അല്ലല്ല, ഞാനും ജോസും 1 തൊട്ട് 10 വരെ ഒന്നിച്ച് പഠിച്ചല്ലേ? ഞാനും ജോസും 1 തൊട്ട് 10 വരെ പഠിച്ചല്ലേ? അപ്പൊ നീ എന്റെ നിഴലാ. കാളരാജൻ. അതെ, രാജൻ, കാളരാജൻ ഒരുമിച്ച് പഠിച്ചത്. എന്താ മനസ്സിലായില്ലേ? ഇല്ല. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് നിക്കറ കൂടി പെടുത്തേന് മറ്റേ മണിയെ മോട്ടിച്ച് ഇങ്ങനെ വെച്ചോണ്ട് മറച്ചോണ്ട് പോയ സുകുമാരൻ. മണിയ സുകുമാരൻ. എടാ നീ ഓർക്കുന്നുണ്ടോടാ? 10ാം ക്ലാസ്സിൽ വെച്ച് നിനക്ക് ഓട്ടോഗ്രാഫ് വന്നത്. മരിച്ചാലും മറക്കില്ല അളിയ നിന്നെ ഞാനെന്ന്. എന്നിട്ട് അരമണിക്കൂർ എടുത്ത് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി. അല്ല എന്താണ് ജോസിന്റെ കടയില് നീ? ഒന്നുമില്ലെന്ന്, നമ്മുടെ ചെറുക്കനെ ചെറിയൊരു ജോലിക്ക് വേണ്ടി വന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ചെറുപ്പത്തിൽ പഠിക്കുമ്പോ കളക്ടർ ആകാനല്ലേ ആഗ്രഹം? അതൊക്കെ ചെറുപ്പത്തിൽ ഓരോരോ ആഗ്രഹം. അന്ന് കളക്ടർ ആകാനായിരുന്നു എനിക്ക് ആഗ്രഹം. ഒരു ജില്ല നന്നാക്കേണ്ടവൻ ഇപ്പൊ ഇവിടുന്ന് TV നന്നാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല നിനക്ക് ഡോക്ടർ ആകണമെന്നായിരുന്നില്ല ആഗ്രഹം? ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹം. എന്നിട്ടായാ? ആയില്ല, എന്നാലും ഏതാണ്ട് അതിനടുത്തൊക്കെ വന്നു. ആരായി? രോഗിയായി. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത സംഭവമൊന്നുമില്ല. കൂടാത്തതിന് ജോസ് പ്രകാശ് ചുമ. ജോസ് പ്രകാശിന്റെ ചുമ? ജോസ് പ്രകാശ് ആരാ? വില്ലൻ ചുമയുണ്ടെന്ന്. അങ്ങനെ ചെറുക്കൻ ഒരു പണിയില്ലടാ. ചെറുക്കൻ എന്തെങ്കിലും പണി കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടി ആ ജോസിന്റെ കട കൊണ്ടുവന്ന. അല്ല ചെറുക്കൻ എത്ര വയസ്സായി? അവനിപ്പോ 10-30 വയസ്സായി. 30 വയസ്സായിട്ട് അവന് പണിയൊന്നുമില്ലേ? ഫുൾ ടൈം എനിക്കിട്ട് പണി നിന്ന് നടക്കുന്ന പണിയാണ് അവന്റെ പണി. ഒരു പണിക്കും പോത്തെളിയ അവന് ഭയങ്കര സംശയ. ലോകത്തിലുള്ളതെല്ലാം അവന് സംശയമാണ്. പെണ്ണുമ്പിള്ള റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചോണ്ട് വന്നാൽ ചോദിക്കും, ഈ അരിക്കകത്ത് എത്ര അരി ഉണ്ടെന്ന് ചോദിക്കും. സംശയം നല്ലതല്ലേ? ഈ ബുദ്ധിയുള്ളവർക്ക് സംശയം വരുള്ളൂ. ഈ സംശയം ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ. അവന്റെ സംശയം കാരണം അവന്റെ പെണ്ണുമ്പിള്ള അവനെ ഇട്ടേച്ച് പോയി. അവളിപ്പോ അവിടെ വീട്ടിലെത്തി. ഇവൻ തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്. ഭാര്യ പോയാ പിന്നെ ഇവൻ അതുപോലത്തെ സംശയം അളിയാ. എന്റെ സംശയം ഇപ്പൊ അതല്ലിയാ, ഇവൻ എന്റെ ആണോ എന്നുള്ളതാ എന്റെ സംശയം. നീ സംശയിക്കണ്ട, നിന്റെ ആയിരിക്കൂല, നിന്റെ മോനായിരിക്കും. നീ എന്തിനാ സംശയിക്കണത്? അവനൊരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ വന്നത്. അല്ല ഈ ജോസ് എന്ന് പറയുന്നത് നീ ആയിട്ട് ചെറുപ്പത്തിലെ ശത്രുയിലാണ്. നീ എന്തിനാ ചെറുക്കൻ ആ കട കൊണ്ടുവരുന്നത്? ജോസ് ഇന്നൊരു കട ഉദ്ഘാടനം ചെയ്ത് നിറഞ്ഞു. ഇന്ന് തന്നെ അതിന്റെ സമാപനം എനിക്ക് കാണണം. അതിനുവേണ്ടി എന്റെ ചെറുക്കനെ കൊണ്ട് നിർത്തുന്നേ. വളർത്ത ദോഷമാണ്. മോനെ നന്നായിട്ട് വളർത്തണം. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മോനെ എന്റെ കടയിൽ ഒരാഴ്ച കൊണ്ട് നിർത്ത്. അവനൊടുക്കത്തെ സംശയാട്ടോ. എടാ അവനെ പഠിപ്പിച്ച് നിന്റെ കൈലോട്ട് തരാം. ഉണ്ണി എവിടെ കണ്ട വരുന്നു? മോനെ, ഇതാണ് അച്ഛന്റെ കൂടെ പഠിച്ച സുകുമാരൻ മാമനാണോ? ഈ മാമനിട്ട് വേണം ഇനി പോവാൻ പണി കൊടുക്കാൻ. അല്ല, മാമന്റെ കടയിൽ നിന്ന് വേണം ഇനി പണി എടുക്കാൻ. മാമ എനിക്കൊരു സംശയം. അങ്ങനെ കുട്ടികളെ വൈക്കോറല്ലേ? എടാ അവന് ഭയങ്കര സംശയം. സംശയം ബുദ്ധിയുടെ ലക്ഷണമാണെന്ന്. പിന്നെ അച്ഛന്ന് കയറി കൊടു. മക്കളെ ചോദിച്ചു മാമൻ പറഞ്ഞുതരാ സംശയം. മാമ ഈ കറണ്ട് എങ്ങനെയാ ഉണ്ടാവണത്? നല്ല സംശയം. അറിഞ്ഞൂടെങ്കിൽ ചോദിക്കണം. അവന് മക്കളെ വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കണത്. ആണല്ലേ? അപ്പോഴീ വെള്ളം കൊണ്ട് കക്കൂസ് പോകുമ്പോ നമുക്ക് എന്താ കറണ്ട് അടിക്കാത്ത? അതിനുള്ള സംവിധാനമൊക്കെ നമ്മളെ കേരളം കണ്ടുപിടിച്ചിട്ടുണ്ട്. കറണ്ട് അടിക്കൂല. കേരളം കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അമേരിക്കക്കാർ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ അവര് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്. മക്കൾക്ക് മനസ്സിലായില്ല. ഈ വലിയ അണക്കെട്ടുണ്ടല്ലോ, അതിൽ വലിയ പൈപ്പ് കൂടി വെള്ളം ശക്തിയായിട്ട് വിടും. വലിയ ടർബൈനില് ഈ വെള്ളം കറക്കിയാണ് ഈ കറണ്ട് ഉണ്ടാക്കുന്നത്. വെള്ളം അടിച്ച് കറക്കിയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കറണ്ട് ഉണ്ടാക്കാം. 24 മണിക്കൂർ വെള്ളം അടിച്ച് കറങ്ങലാണ് അച്ഛന്റെ ജോലി. അച്ഛനുള്ള സംശയം ഉണ്ടോ? അച്ഛൻ സംശയമല്ല മോനെ, ഉത്തരവാണ്. വാഴ വെച്ചാ മതിയായിരുന്നു. നീ പോയി കറങ്ങിട്ടൊക്കെ വാ കുമാരാ, ഞാൻ പോകുന്നു. യോഗം ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. എന്താണ് ആക്കിയ സംസാരം? പറഞ്ഞതേ ഉള്ളൂ, വരാനുള്ള വഴി തങ്ങ. നീ പോയിട്ട് അവൻ പോട്ടെ. എനിക്ക് ഈ ഡൗട്ട് കൂടുതലാണ്. മക്കളെ അത് കാര്യമില്ലെന്നേ, സംശയം എല്ലാവർക്കും ഉള്ളതാണ്. മക്കളെ പന്തൽ ഐശ്വര്യ ഇവിടെ പണിക്ക് കയറാൻ പോവാണ്. അപ്പൊ ഇംഗ്ലീഷൊക്കെ അറിയാമോ? ഇംഗ്ലീഷ് അറിയണോ? അല്ലേ? ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക്കായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യുമ്പോ എല്ലാം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷോട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ? ദാണ്ടെ ടേപ്പ് റെക്കോർഡർ, മിക്സി, TV, ഫ്രിഡ്ജ്, പോസിറ്റീവ് നെഗറ്റീവ്, ഫ്യൂസ്. ഞാൻ എന്തിനു പറയണം, ഈ ടെസ്റ്റർ പോലും ഇംഗ്ലീഷിലാണ്. IC ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ആണല്ലേ? മാമൻ പാരമ്പര്യമായിട്ട് ഇതിൽ തന്നെയാണ്, ഈ കടയിൽ തന്നെയാണ്. പാരമ്പര്യമായിട്ട് എന്റെ കുടുംബമേ ഇലക്ട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ? എന്റെ ഫുൾ പേരെന്നറിയാവോ?
TV സുകുമാരൻ. TV കൊള്ളാം. ആ എന്റെ ഭാര്യ പേരറിയാമോ? ഇല്ല. AC ചന്ദ്രിക. AC. ആ മാമന്റെ മോനുണ്ടോ? മോനില്ല. മോൻ ജനിക്കുമ്പോ ഒരു പേരിടാം. എന്തോന്ന്? CD മനു. ആ, പിന്നെ ബാക്കി ടിവിയും മ്യൂസിക്കും അവിടെ ഉണ്ടല്ലോ. പിന്നെ ചെറുക്കൻ്റെ അടുത്ത് പറയണം ആവശ്യമുള്ള CD തൊട്ട് കാണല്ലെന്നും കൂടെ ആ മക്കൾ ഐശ്വര്യമായിട്ടൊന്ന് പണിക്ക് കയറല്ലേ? ഐശ്വര്യമായിട്ട് ഈ ടെസ്റ്റർ അങ്ങോട്ട് കയ്യിലോട്ട് പിടിച്ച് ജോലി കയറിക്കോ. ആ ഭഗവാനെ. മാമ ആ ഈ ടെസ്റ്റർ കാണുമ്പോ എനിക്ക് വേറെ സംശയം. എന്തൊരു സംശയം? ഈ കറണ്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആ. വേറെ ഒന്നും ഇട്ടാലും ശരിയാവൂല. ആ. ടെസ്റ്റ് മാത്രം ഇട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ല സംശയം. ടെസ്റ്റ് അവിടെ വയ്ക്കൂ. ആ, വെച്ച്. മക്കളോട് നീങ്ങിക്കൂ. ഇത് കൈയിടൂ. ഇപ്പൊ മനസ്സിലായ നിന്റെ സംശയം? ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റൂല, കാണിച്ചു തരാനേ പറ്റുള്ളൂ. എനിക്ക് സംശയം കൊണ്ടാ. അതെ അതെ അതെ. മക്കളെ വാ. അകത്തൊരു ഫാൻ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തോണ്ടോ കേട്ടാ. അത് നിനക്ക് അതിന് തന്നെ പണി തരാം. ഓ ആ ചെറുക്കൻ പറഞ്ഞ നിർത്തേണ്ട സംശയമാണ്. എന്തൊക്കെ സംഭവിക്കുമെന്നോ ദൈവമേ. മാമ ഏ ഈ ഫാൻ കണ്ടപ്പോ എനിക്ക് വേറെ സംശയം മാമ. അതിന്റെ അടുത്ത സംശയം എന്തോന്ന്? ഫാനിൽ എന്തിനാ മാമ 3 ചിറവ് 2 ചിറവ് പോലും? മോളിൽ കിടക്കുന്ന ഫാനിനും അങ്ങനെയല്ല, 3 ചിറവ് 2 ചിറവ് പോലും. മക്കളെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫാനിനെ ഫാൻ എന്ന് വിളിക്കാൻ വേണ്ടിട്ടാണ് അതിന് 3 ചിറവുള്ളത്. ആണല്ലേ? ആ. 2 ചിറവിട്ടാ എന്ത് കുഴപ്പം? 2 ചിറവുണ്ട്, പിന്നെ അതിനെ കിളീന്ന് വിളിച്ചാ പോരെ. ആ ശരിയാ. മറ്റേ 3 ചിറവുള്ളതാണ് ഫാൻ എന്ന് വിളിക്കുന്നത്. ആ അതാണ് കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. മക്കളൊരു കാര്യം ചെയ്യും, വന്ന് കയറിയല്ലേ ഉള്ളൂ. മാമന് കഴിക്കാൻ വേണ്ടി കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ. നല്ല അപ്പം മുട്ടക്കറിയുണ്ട്, അതോടെ ചെയ്ത് മുണുങ്ങ് പോ. ചെല്ല്. അത്ര സമയം മുട്ട വാരിരുന്നല്ലെങ്കിൽ ഇവന്റെ വാടഞ്ഞിരിക്കുമല്ലോ. അങ്ങനെയുണ്ടോ തന്തം കേൾക്കുന്ന ജീവികൾ? പുല്ലിനെ നിർത്തണ്ടായിരുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. മാമ ഓ മുട്ട മാമനോട് മക്കളെ കഴിച്ചോ? കഴിക്കാനല്ല മാമ. പിന്നെ ഈ മുട്ട കണ്ടപ്പോഴാണ് എനിക്ക് വേറെ സംശയം. മാമ സാധാരണ ഈ പെടക്കോഴിയല്ല മാമ മുട്ട ഇടുന്നത്. ഇന്നലെ അവരെ അങ്ങനെ ആയിരുന്നു, വേണേ പറഞ്ഞ മാറ്റാം. ഈ പൂവൻകോഴി എന്തോ അമ്മ മുട്ട ഇടാത്ത? പൂവൻ കോഴിക്കോ പൈൽസ്, അതിന് മുട്ട ഇട്ടൂടാ. കേട്ടാ, ഇനി സംശയം വേണം. മുട്ടോടെ വേടാ. നിനക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി കാണും വേണം സംശയം ഇങ്ങനെ കൂടി വരുന്നത്. ഇനി മേലാൽ ഈ ഷോപ്പില് നിന്റെ ഈ കൈ ഉണ്ട്, ഒരൊറ്റ സാധനം തൊട്ടു പോലും. ഈ കൈ ഉണ്ടോ മാമ? ഈ കൈ കണ്ടപ്പോഴാണ് എനിക്ക് വേറെ സാധനം ഓർമ്മ. എന്തോ നമുക്ക് എന്തിനാ അമ്മ 2 കൈ? നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് ഈ അവയവങ്ങളുണ്ട് അല്ലേ മാമ? ആവശ്യത്തെ അവയവങ്ങളുണ്ടെന്ന് ഉണ്ടോ? എന്റെ സംശയം അതാണ്. ആര് പറഞ്ഞ ആവശ്യത്തെ അവയവങ്ങളുണ്ടെന്ന്? ഉണ്ട് മാമ, ആവശ്യമില്ലാത്ത ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആവശ്യമുള്ള അവയവങ്ങളാണ്. അല്ല എടാ ഓരോ അവയവത്തിന് ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഈ കണ്ണിന്റെ ഡ്യൂട്ടി എന്താ? കാണാൻ. ആ മൂക്കിന്റെ ഡ്യൂട്ടി എന്താ? മണക്കാൻ. ചെവിയുടെ ഡ്യൂട്ടിയോ? കേൾക്കാൻ. വായുടെ ഡ്യൂട്ടി എന്താ? സംസാരിക്കാൻ. ആണാ? അപ്പൊ അതുപോലെ ഓരോ അവയവത്തിനും ഓരോരോ ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ അങ്ങനെ ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. അതേത് അവയവം? പൊക്കിളിന്റെ ഡ്യൂട്ടി എന്തിനാ? പൊക്കിളിന്റെ ഡ്യൂട്ടി ഈ ഫാനിന്റെ റെഗുലേറ്റർ ഇരിക്കും പോലെ ചുമ്മാ അത് അവിടെ ഇരിക്കേണ്ട കാര്യം എന്തിനാണ്? അല്ല പൊക്കിളിന്റെ ഇത് പറ മാം പറ, പൊക്കിളിന്റെ ഉപയോഗം എന്തിനാണ്? എമർജൻസി. അല്ല പറയാ പൊക്കിളിന്റെ ഉപയോഗം എന്തിനാണ്? ആ കിട്ടി. നിന്നൊരു പേപ്പട്ടി കടിച്ചെന്ന് വെച്ചോ, നിന്റെ വായിൽ ഇഞ്ചക്ഷൻ എടുക്കോടാ. എടാ നിന്റെ പൊക്കള് ചുറ്റും തന്നെ 15 ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതാണ് പൊക്കളിന്റെ ഡ്യൂട്ടി. തമിഴ് സിനിമയുടെ ആളാണെന്ന് തോന്നുന്നു പൊക്കളി കയറി പിടിച്ചിരിക്കുന്നത്. ഇനി വല്ല സംശയം നീ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ നിന്റെ പേര് വെച്ചിട്ട് ഞാൻ ഈ ഫാന് കയറി തൂക്കും കേട്ടാ. മനുഷ്യരെ തലപ്പുറം തെടുപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊരു മക്കളെ നോക്കണത്? മാമ ഈ സൂര്യനെ ഭൂമിയിലുള്ള സംശയങ്ങളൊക്കെ തീർന്ന് നീ കത്തി കിടക്കുന്ന സൂര്യനെ പിടിച്ചോണ്ട് വരെയാണ്. ഇങ്ങോട്ട് വാ. നീയേ നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ? മൊബൈൽ അകത്ത് പോയി മൊബൈൽ കണ്ടോണ്ടിരി. പോ. ചെല്ല്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. മാമ എനിക്ക് വേറെ സംശയം. ഒരു സംശയമില്ല. മാമന്റെ ഹെയർ സ്റ്റൈൽ എന്തിനാ മറ്റേ ടെസ്റ്റ് പണി കഴിഞ്ഞ ആട്ടോറിക്ഷ പോലെ ഇരിക്കണം? ഒരു സംശയമായിട്ട് വന്നോളൂ. അവന്റെ സംശയം തീർത്തു തരാം ഞാൻ. കറണ്ടടുപ്പിച്ച് കൊല്ലും ഞാൻ. പോയാ പുല്ല്. ഇനി വേണം മനസ്സാമാനായിട്ട് വന്നിരുന്ന് പണിയാൻ വേണ്ടിയിട്ട്. എന്നാലും എന്റെ മക്കളെ ഇത്ര കറണ്ട് ബില്ലായത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതമ്മ ഞാനും ആലോചിക്കണത്. ആകെ 2 റൂം 1 ഹാളല്ലേ നമ്മളെ വീട്ടിലുള്ളൂ. അപ്പഴാ മാമനോട് തന്നെ ചോദിക്കണം. അവനല്ലേ വയറിങ് ചെയ്ത്, അവനെ കൊണ്ട് തന്നെ ഞാൻ ഇനി ഉത്തരം പറയും. അമ്മ നന്നായിട്ട് കൊടുക്കണം. കൊടുക്കൂ. ഹായ് എന്താ സുഹൃത്ത് ചേച്ചി? അതെന്താടാ സുഗന്ധി ചേച്ചി എന്ന് വിളിച്ചിട്ട് ഒരു വെപ്പ്? വയറ് കയറി ഞാൻ നാറ്റം വന്നു അതുകൊണ്ടാ. എടാ സുകുമാര, എന്റെ വീട്ടില് കറണ്ട് ബില്ല് വന്ന് 8000 രൂപ. അടച്ചില്ല ഇതുവരെ? ഇല്ല, നീ കൊണ്ടെത്താ, ഞാൻ കൊണ്ട് അടയ്ക്കാം. ഞാൻ നിങ്ങളെ കറണ്ട് ബില്ല് അടച്ചിട്ട് വേണം എന്റെ ഭാര്യ പറഞ്ഞുണ്ടാക്കാൻ ഞാൻ നിങ്ങളെ വീട്ടിൽ ചെലവിന് കയറണമെന്ന്. അയ്യോ മാമ അതല്ല, മാമനല്ലേ ഞങ്ങളെ വീട്ടിൽ വയറിങ് ചെയ്തത്. 2 റൂം 1 ഹാള് മാത്രമേ ഉള്ളൂ. 2 റൂമും 1 ഹാളും 3 മാസം കൊണ്ട് തച്ചിരുന്ന പണി തീർത്തില്ലേ? പണി തീർത്തോ? ഇപ്പൊ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് 8000 രൂപ. നീ വയറിങ് ചെയ്തിട്ട് എന്തെങ്കിലും ലീക്ക് കാണും, അതാ കറണ്ട് ബില്ല് ഇത്രയും കൂടിയത്. വീട്ടിലെ TV ആരെങ്കിലും കാണാറുണ്ടോ?
കാണാറുണ്ട്. കാണാനുണ്ടാ? പിന്നെ അങ്ങനെ കറണ്ട് ബില്ല് കൂടായിരിക്കും. ആ ചുമ്മയല്ല, ആ. അമ്മ 24 മണിക്കൂറും TV കാണും. ആ, അത് പറ. അത് തന്നെ കറണ്ട് ബില്ല് കൂടിയത്. അയ്യോടി അത് കൊള്ളാമല്ലോ. ഞാൻ ഇച്ചിരി നേരം TV കാണുന്നതുകൊണ്ടാണോ കറണ്ട് ബില്ല് കൂടിയത്? കൂടും ചേച്ചി. ചേച്ചി പറഞ്ഞുതരാം. ഈ സാധാരണ പൊടി കണ്ടു കഴിഞ്ഞാൽ ഇത് കറണ്ട് ബില്ല് കൂടൂല. പിന്നെ? ചേച്ചി സീരിയൽ ഏതാ കാണുന്നത്? മെഗാ സീരിയല്. മെഗാ സീരിയലാണോ? അപ്പൊ മെഗാ വാട്ടല്ലേ കയറി വരുന്നത്, കറണ്ട് ബില്ല് കൂടൂലേ? മെഗാ സീരിയൽ കണ്ടിട്ടാണോ കറണ്ട് ബില്ല് കൂടുന്നത്? കൂടും. അമ്മ എന്നാ കറണ്ട് ബില്ല് കൂട്ടിയത്? എടാ, ഈ ടിവിയിൽ മെഗാ സീരിയൽ കണ്ടാൽ മാത്രമേ കറണ്ട് ബില്ല് കൂടത്തുള്ളൂ. അങ്ങനെ കണ്ടാൽ മാത്രം കിട്ടും. മൊബൈൽ വല്ല ഉപയോഗിക്കും? മൊബൈല് അങ്ങനെ വരട്ടെ, മൊബൈൽ ഉപയോഗിക്കുവാന്നാ 24 മണിക്കൂറും മൊബൈലിൽ ഇരുന്ന് തോണ്ടൊക്കെ വേണം. അപ്പൊ കറണ്ട് ബില്ല് കൂടും. അതിന് ഞാനായിട്ട് റീൽസ് കണ്ടെന്ന് പറഞ്ഞാൽ അധികം കറണ്ട് ബില്ലൊന്നും വരൂല. കൂടും. റീൽസ് എങ്ങനെയാ കാണുന്നത്? ആ, ഇങ്ങനെ. മൊബൈലിൽ വെച്ച് തോണ്ടി മുകളിലോട്ടാക്കി തന്നെ റീൽസ് കാണുന്നത്. ആണ്. അങ്ങനെ തോണ്ടി മുകളിലോട്ട് കാണുമ്പോഴത്തേക്കും ഇത് ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ട് മുകളിലോട്ട് വരും. കേക്ക്. മൊബൈൽ കണ്ടിട്ടൊന്നുമല്ല. മാമന് അറിയാമോ, കഴിഞ്ഞ ആഴ്ച ഇൻഡക്ഷൻ കുക്കറിൽ അമ്മ വെള്ളം വെച്ചിട്ട് പോയിരുന്ന സീരിയൽ കണ്ട് ആ വെള്ളം മൊത്തം വറ്റിപ്പോയില്ലേ? അപ്പൊ കൂടും. ഞാൻ ചുമക്ക് തിപ്പൂരം വെള്ളം ചൂടാക്കിയതാണ് ഇവക്ക് കുഴപ്പം. അപ്പൊ ഇവള് മുടി പുഴുങ്ങണേന് ഒട്ടും കറണ്ട് ബില്ലാകുന്നില്ലേ? മുടി പോയെങ്ങനാ? എടാ, ഇവൾ ആവിക്കൊന്ന് വേവിക്കും, അത് കഴിഞ്ഞ് ചൂടടുപ്പിച്ചൊന്ന് വേവിക്കും, ഇത് കഴിഞ്ഞ് ഇങ്ങനെ തേച്ചൊന്ന് വേവിക്കും, എന്നിട്ട് 1000 മുടി 2000 മുടിയായിട്ട് ഇങ്ങനെ നിർത്തും. എന്റെ പൊന്ന് പൃഥ്വിരാജ് മാമ, പൃഥ്വിയല്ല സുകുമാരൻ. സുകുമാര മാമ, ഞാൻ ചെറുപ്പക്കാരിയല്ലേ, ഒന്ന് പുറത്ത് പോകുമ്പോ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് പോണ്ടേ? അതിനിപ്പോ അമ്മയ്ക്ക് എന്താ? അതുകൊണ്ടാ കറണ്ട് ബില്ല് കൂടണത്. കറണ്ട് ബില്ല് കൂടാനൊക്കെ ഐഡിയ മാമൻ പറഞ്ഞുതരാം. എന്തെന്ന്? മക്കളിനെ ഒരു വലിയൊരു വയറെടുത്തിട്ട് പ്ലഗ് കൊടുത്തിട്ട് അതിന്റെ ന്യൂട്രൺ ബേസും കൈ ഇങ്ങനെ പിടിച്ചാൽ മതി, മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലോട്ട് വെക്കും. കണ്ടുകൊണ്ട് ചേച്ചി പോയി ചെയ്യല്, ചേച്ചി സ്ട്രൈറ്റ് ആയി പോവും. സമാനായില്ലേ? പിന്നെ അങ്ങനെ ചെയ്താൽ മതി. ഓ, നിനക്ക് ഇതൊക്കെ വീട്ടിൽ വന്നൊന്നും പറഞ്ഞു തരരുതോ? ഇലക്ട്രിക് സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞുതരാം, ചില കാര്യങ്ങൾ ഓഫീസിൽ തന്നെ പറഞ്ഞു എന്നാലേ പറഞ്ഞുതരാൻ പറ്റും. ഓ, വലിയ ഉപകാരം കേട്ടാ. അപ്പൊ നീ ഇനി മൊബൈൽ തിരിച്ചു പിടിക്കണം, ഞാൻ ഇനി കോമഡി പരിപാടിയും കാണാം. വാടി മക്കളെ, പോവാ. ഫേസ് ആയിട്ട് വന്നാണ് ന്യൂട്രലായിട്ട് അങ്ങ് പോയി, എന്നെ കൊന്നു മറിച്ചേനെ പുല്ല്. നമുക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ തീർത്തല്ലേ പറ്റൂ. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ തീർത്തേ പറ്റുള്ള, ഞാൻ തീർക്കുകയും ചെയ്യും. അടുത്ത സംശയമായിട്ട് പറയണം. മാമാ, അല്ല സംശയമല്ല മാമ, ഈ യൂട്യൂബിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ മാമ? പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല്ലേ? പക്ഷെ ഉണ്ടാക്കി ഇതിൽ കണ്ടുണ്ടാക്കി. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങളല്ലേ ഈ കടയുടെ പുറത്തുണ്ടായിരുന്നു. ഇത്രയും കഴിവുള്ളവരാണ് നീ. എന്താണ്ടാ മക്കൾ എന്താ ഉണ്ടാക്കിയത്? നോക്കിയാണ് ഇത് കൊള്ളാൻ. ഒരു ഫീസ് വെളിയിൽ കിടന്ന് അതിനെടുത്ത് വെച്ച്, ആ യൂട്യൂബിൽ കണ്ട് അതെടുത്ത് വെച്ച്. കൊള്ളാം. ഇത് IC ഒക്കെ വെച്ചിരിക്കണ്. അതും ബാക്കിലുണ്ടായിരുന്നു, അതും എടുത്ത് വെച്ച്. അതാണ്ട് വയർ കണക്ട് ചെയ്ത് എല്ലാം കറക്റ്റ് യൂട്യൂബിലുണ്ടല്ലോ. ഡിജിറ്റൽ ക്ലോക്ക് ഒക്കെ വെച്ചിരിക്കുന്നു. അത് ടൈം പീസ് ഒക്കെ അവിടെ കിടന്നത്, അതെല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയിരുന്നു. മക്കളെ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ട് അതിന്റെ പേരെന്തോന്ന് പറഞ്ഞു യൂട്യൂബില്? അതിൽ പറയണ ബോംബ് ഉണ്ടാക്കണം എങ്ങനെ? അയ്യോ, അങ്ങനെ പറ്റൂല, അത് ഓണാക്കിയാലേ പറ്റുള്ളൂ. അതെങ്ങനെ മാമ? ചില കാര്യങ്ങൾ പറഞ്ഞു തന്നാ മനസ്സിലാവില്ല. മാമ ആദ്യം പറഞ്ഞ കാണിച്ചു തരണം. ഇങ്ങനെ 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്.